ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഫീസ് അടക്കാൻ പറ്റുമോ, പിന്നെ അതുപോലെ നാട്ടിലേക്ക് സേവിങ്സ് ആയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ പാർട്ട് ടൈം ജോബ്സ് ചെയ്തിട്ട്. ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജിയയിലത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ മെയിൻലി 2 ടൈപ്പ് ഓഫ് ജോബ്സ് ആണ് വരുന്നത്. ഒന്ന് ഫുൾ ടൈം ജോബ്സും പിന്നെ ഒന്ന് പാർട്ട് ടൈം ജോബ്സും. ഇതിൽ ഫുൾ ടൈം ജോബ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വർക്ക് വിസയിൽ വരുന്നവർക്കുള്ളതാണ്. പാർട്ട് ടൈം ജോബ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനും കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് ടൈം ജോബിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഞാൻ അതിൽ ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ്, MBBS എടുക്കുന്ന കുട്ടികൾ ദയവ് ചെയ്ത് പാർട്ട് ടൈം ജോബ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് വരരുത്, ജോർജിയയിൽ വരരുത്. ജോർജിയയിൽ എന്നല്ല, എവിടെയും പോകരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമുക്ക് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വഴിക്കേ പോകും, ഇപ്പുറത്തേക്ക് തിരിയലുണ്ടാവില്ല. അല്ല, മെയിനായിട്ട് അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ പാരൻസ് കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഫീസ് അടക്കാൻ പറ്റുമോ, പിന്നെ അതുപോലെ നാട്ടിലേക്ക് സേവിങ്സ് ആയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ പാർട്ട് ടൈം ജോബ്സ് ചെയ്തിട്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടുത്തെ പാർട്ട് ടൈം കൊണ്ട് ഉള്ള ഡൗട്ട്സ്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ എന്തൊക്കെ ടൈപ്പ് പാർട്ട് ടൈംസ് ആണ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്ലി ഒരു കാര്യം പറയാം, ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് ജോർജിയയിലും അത്രയും തന്നെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു യൂറേഷ്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ലിവിങ് കോസ്റ്റ് കുറവാണ്. അതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഡെവലപ്മെന്റ്സ് ആണെങ്കിലും കുറച്ച് കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ലിമിറ്റഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. അത് യൂസ് ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലാതെ എവിടെ ചെന്നാലും ജോലി കിട്ടും എന്നുള്ള അവസ്ഥയൊന്നുമില്ല. വളരെ ലിമിറ്റഡേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്കില്ല് പോലെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ജോബ് വരുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഫുഡ് ഡെലിവറി വർക്ക്. അതിൽ വോൾട്ട് ബോൾട്ട് എന്നൊക്കെ പറയും. നമ്മുടെ അവിടുത്തെ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ളതാണ് ഇവിടെ വോൾട്ടും ബോൾട്ടൊക്കെ. അപ്പം അതിലൊക്കെ ഫുഡ് ഡെലിവറിക്ക് പോകാം. അതിപ്പോൾ നിങ്ങൾക്കൊരു ബൈക്ക് തന്നെ വേണമെന്നില്ല, സൈക്കിൾ ഉള്ളവർ സൈക്കിളിന് പോവാം, അല്ലാണ്ട് മെട്രോ വഴി പോയി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഓക്കെയാണ്. നിങ്ങൾക്ക് അപ്പോൾ അതിന് തോളിലിടുന്ന ഒരു ബാഗാണ്, ഞാൻ ബാഗിൻ്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ ഈ ബാഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്യാം. വെറുതെ ബാഗ് ഉണ്ടായപ്പോൾ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഈ ഫുഡ് ഡെലിവറിയിലാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലോ ഇന്ത്യൻ ഷോപ്പുകളിലോ, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്സിൽ പിന്നെ ആളുടെ ആവശ്യം വരില്ല, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ ക്ലീനിങ്ങിനോ അതുപോലെ ഫുഡ് സെർവിങ്ങിനോ അക്കൗണ്ടിങ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് പാർട്ട് ടൈം ആയിട്ട് കയറാറുണ്ട്. പിന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോകുന്നതാണ്. അവർക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കുറച്ച് റിസ്കി ആണ്, കാരണം സ്നോയിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നന്നായി പ്രോ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അതിന് പോവാറ്. പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ അത് അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം അവർക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അതിനുള്ള ചാർജും കിട്ടും. പിന്നെ ഈ വരുന്ന ടൂറിസ്റ്റ് കയറുമ്പോൾ അതിന് കമ്മീഷൻസ് ആയിട്ടും കുറച്ച് അവർക്ക് പ്രോഫിറ്റ് വരും. അപ്പം അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇന്ത്യൻ ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ വല്ല ഹോസ്റ്റൽ വാർഡനായിട്ടോ അങ്ങനെ അവിടത്തേക്ക് എന്തെങ്കിലും ജോബുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഹെൽപ്പിങ്ങിന് പോവാം. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടുത്തെ പാർട്ട് ടൈം ജോബ്സിൽ. പിന്നെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കാസിനോ ഒക്കെ പോലെ, നമ്മുടെ അവിടുത്തെ അല്ല, പൊതുവെ കാസിനോ പോലത്തെ അവിടെ ഗെയിം പ്രസന്റർ ആയിട്ടോ ഗെയിം ഷഫ്ലർ ആയിട്ടൊക്കെ ജോലി ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പോൾ ഒരുപാട് പേര് അതിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും കുഴപ്പമില്ലാത്തൊരു ഏർണിംഗ് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫീസ് കാര്യങ്ങൾ അതൊക്കെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറയും നോ. കാരണം അതത്ര ഈസി ടാസ്ക് അല്ല. അപ്പോൾ ഫീസ് അടയ്ക്കുന്നവരുണ്ട്, ഈവൻ ഞാൻ ഫീസ് അടക്കുന്നുണ്ട് എൻ്റെ പാർട്ട് ടൈം ജോബ്സ് വെച്ചിട്ട്. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരരുത് എന്നേ ഞാൻ പറയുള്ളൂ. പ്ലാൻ ബി ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. അല്ലാതെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ്, കാരണം എനിക്കിപ്പോൾ കഴിഞ്ഞ ഇൻടേക്കിൽ തന്നെ 3-4 അഡ്മിഷൻസ് ഞാൻ ക്യാൻസൽ, ലൈക്ക് നമുക്ക് അഡ്മിഷൻ വന്നിട്ട് വേണ്ട എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതിൻ്റെ റീസൺസ് ആണ്. ചില ഏജൻസിക്കാർ പറഞ്ഞ് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഇയറിലെ എക്സ്പെൻസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സെക്കൻഡ് ഇയർ തൊട്ട് ഫീസും ഇവിടുത്തെ എക്സ്പെൻസും എല്ലാം കുട്ടിക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അത് ഒരിക്കലും എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് അത്രയും എഫേർട്ടുള്ള ഒരു കാര്യമാണ്. അത് സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ അത്രയും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി അത് അത്ര പോസിബിൾ അല്ല. പിന്നെ ഞാനത് പേഴ്സണലി ഒട്ടും പ്രൊമോട്ട് ചെയ്യും. ഇതൊക്കെയാണ് ജോബിന്റെ കാര്യത്തിൽ, പാർട്ട് ടൈം ജോബ്സിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസും. സാലറി എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം അല്ല, മിനിമം എന്ന് പറയുന്നില്ല, ഞാനൊരു ആവറേജ് പറയാം. നമുക്കൊരു 20,000 ഒക്കെ ഒരു മന്ത് ഉണ്ടാക്കാം. നമുക്കിവിടെ എക്സ്പെൻസ് തന്നെ എന്തായാലും ഒരു 20-25 വരും. നമ്മുടെ റെന്റും ബില്ലും ഫുഡും എല്ലാം കൂടെ കൂട്ടി എന്തായാലും അത്ര ഒരു റേഞ്ചിൽ വരും. അപ്പം ഇതും കഴിച്ചിട്ട് കിട്ടുന്ന സേവിങ്സ് വെച്ചിട്ട് ഫീസ് അടക്കണം.
അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഈ പറയുന്ന പോലെ അഡ്മിഷൻസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻസ് ഉണ്ട്, സ്റ്റുഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഫീസ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ടെക്നിക്കലി അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത് മാത്രം പ്ലാൻ വിചാരിച്ച് വരരുത്. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ നഴ്സിംഗ്, BBA, MBA ഇങ്ങനത്തെ കോഴ്സൊക്കെ എടുത്ത് വരുന്നവർക്ക് ഓക്കെയാണ്. ഈ വക എന്ത് ജോബിന് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ MBBS സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇയർ എങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന്, അക്കാദമിക്സ് എന്താണ്, ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, എക്സാംസ് എങ്ങനെയാണ്, ആ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക. എന്നാൽ ആ സിസ്റ്റം നിങ്ങൾ അഡോപ്റ്റഡ് ആയതിനു ശേഷം മാത്രം ജോബിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലാതെ നിങ്ങളിവിടെ വന്ന് ക്ലാസ് തുടങ്ങാൻ മിക്ക യൂണിവേഴ്സിറ്റിയിലും ചിലപ്പോൾ വന്നിട്ട് ഒരു മാസമൊക്കെ ചിലയിടത്ത് ഇരിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ സമയത്തെ നിങ്ങൾ പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാറുണ്ട്. ഞാൻ പൊതുവേ കാണുന്നൊരു ശീലമാണ് സ്റ്റുഡൻസിൽ. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ നോക്കുക. കാരണം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. പാർട്ട് ടൈം ജോബ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഫീസിൽ അത്രയും കുറവ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിൽ കുറവ് നിങ്ങൾ ലോൺ എടുത്ത് അടച്ചാൽ മതിയല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്, അപ്പം നമ്മുടെ അക്കാദമിക്സിൽ എന്തായാലും നമ്മൾ പഠിക്കേണ്ട സമയം നല്ലൊരു പെർസെൻറ്റേജ് സമയം അവിടെ പോകും. കാരണം നാട്ടിലത്തെ പോലെയല്ല. നമ്മളിവിടെ നമ്മുടെ പഠിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ തുണി തന്നെ നമ്മൾ അലക്കണം, നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ നമ്മുടെ ഒരു വീട് കൊണ്ട് നടക്കുന്ന എല്ലാ പണികളും നമുക്ക് ചെയ്യാനുണ്ടാവും. അതിൻ്റെ കൂടെ പഠിക്കുകയും വേണം, ക്ലാസ്സിലും പോകണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പാർട്ട് ടൈം ജോബും കൂടെ നോക്കുമ്പോൾ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുക എന്നുള്ളൊരു സാധനം വളരെ കുറവാണ്. ആ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കണേൽ കുറച്ച് ബാക്കാവും. ചിലർ ഇവിടുത്തെ എക്സാംസ് പാസ്സായി പോകും, നല്ല മാർക്കുകളിലൊക്കെ തന്നെ ചിലപ്പോൾ എക്സാം സമയത്ത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താലും നല്ല മാർക്കിൽ കയറിപ്പോവാം. പക്ഷേ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് FMGക്ക് വീണ്ടും ഒരു 1 ഇയർ എന്തായാലും 6 മന്ത് ഓക്കെ ആണ്, എന്നാലൊരു 1 ഇയർ ഒക്കെ ഇരിക്കേണ്ടി വരും എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബിൻ്റെ ആ ഒരു ചെറിയ സാലറിക്ക് വേണ്ടിയിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു വലിയ സാലറി ഇല്ലേ, വലിയ സാലറി എന്ന് വെച്ചാൽ ആ ഒരു സാലറി ഇല്ലേ, അതിനുള്ള ടൈം നമുക്കവിടെ പോവുകയാണ്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഏതാ ലാഭം, പാർട്ട് ടൈമിന് ഇവിടെ പോണതാണോ അതോ അവിടെ പോണതാണോ എന്ന്. പിന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ്, അത്രയും പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. പിന്നെ കുറച്ച് അധികം ടൈം എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മതി. അതൊക്കെയാണ് പാർട്ട് ടൈം ജോബ്സിൻ്റെ കാര്യങ്ങൾ. ഞാൻ വീണ്ടും പറയുന്നത് MBBS സ്റ്റുഡൻസിന് ഇതൊട്ടും പ്രിഫറബിൾ അല്ല. നഴ്സിംഗ് ബാക്കിയുള്ള കോഴ്സുകൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കോഴ്സിൽ അവർക്ക് ടൈം കുറച്ചും കൂടെ കിട്ടും. കാരണം ക്ലാസ് ഇത്രയും ഹെക്ടിക് അല്ല. MBBS സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നല്ല ഹെക്ടിക് ക്ലാസ് ആണ്. ചിലപ്പോൾ നൈറ്റ് 8 മണി 10 മണി വരെയൊക്കെ, എൻ്റെ ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ 10 മണി വരെയൊക്കെ ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടയിൽ പാർട്ട് ടൈം ജോബും കൊണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പാർട്ട് ടൈം ജോബ്സിൻ്റെ സെക്ഷൻ. ഇനി സെക്കൻഡ് സെക്ഷൻ ആണ് വർക്ക് വിസ, അതായത് ഫുൾ ടൈം ജോബ്സ്. അത് ഞാൻ ആദ്യമേ പറയാണ്, ജോർജിയയിൽ ഫുൾ ടൈം ജോബ് ചെയ്ത് യൂറോപ്പിൽ ഉണ്ടാക്കുന്ന അത്രയും പൈസ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ആരും വരരുത് പ്ലീസ്. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇവിടെ കാണുന്ന മിക്ക ഇന്ത്യൻസിനെയും വർക്ക് വിസ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, സ്കാം ആണല്ലേ, ആരാ പറ്റിച്ചേ, ഇതാ ചോദിക്കുക. കാരണം ഇവിടെ വർക്ക് വിസ എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ് കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു ജനുവലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കമ്പനിക്ക് നമ്മൾ $2,500 പേ ചെയ്താൽ ആ കമ്പനിയുടെ ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം വിസയുടെ പോക്ക്, കാര്യങ്ങൾ, ടിക്കറ്റ് ഒക്കെ എക്സ്പെൻസ് വേറെ. അപ്പം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു നാട്ടിലേക്ക് വരാൻ മാത്രം ഈ നാട് അത്ര വേർത്തല്ല. ഓക്കെ, ജോബ് ചെയ്ത് പൈസ ഉണ്ടാക്കാനുണ്ടോ, ബിസിനസ് കാര്യങ്ങൾ മൈൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീംലി ഡിഫറെൻറ്റ്, വേറൊരു സെക്ഷൻ തന്നെയാണ്. അത് ഞാൻ പറയുന്നില്ല, ഞാൻ ജോബിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത്രയും പൈസയൊക്കെ മുടക്കി ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വരാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നാട്ടിൽ ജീവിക്കാം. കാരണം ആ പൈസ എത്തിക്കാൻ തന്നെ ഇവിടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടണം. നിങ്ങൾക്ക് ഇവിടെ TRCയിലേക്ക് മാറ്റി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ നാൾ നിങ്ങൾ ഇല്ലീഗലായിട്ട് നിൽക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ വേറെ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അതായത് ഇല്ലീഗൽ ആയതിനു ശേഷം നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് കയറാൻ പറ്റില്ല. നാട്ടിൽ പോകുന്ന സമയത്ത് ഫൈൻ അടയ്ക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വർക്ക് വിസ നിങ്ങൾ നല്ലോണം ആലോചിച്ച്, ഒരു 95% കൂടെ സ്കാമാണ് വർക്ക് വിസ. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് മാത്രം വർക്ക് വിസയിൽ ജോർജിയയിലേക്ക് വരിക. അപ്പം ഇതാണ് നമ്മുടെ ഫുൾ ടൈം ജോബും പാർട്ട് ടൈം ജോബും. ഓക്കെ, ബൈ. അപ്പം ഇനി നമ്മുടെ വീഡിയോ
ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതിന് കമൻറ്റ് ഇട്ടാലും എനിക്കാവുന്ന പോലെ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.